അല്ല, ഒന്നും നമ്മൾ ഈ അവാർഡൊന്നും ഒരു കാരണവശാലും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. നമുക്ക് അനാവശ്യമായിട്ടുള്ള നിരാശയാവും. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ദേശീയ തലത്തിൽ ബെസ്റ്റ് അവാർഡ് കിട്ടുന്ന പടങ്ങൾ ആ കൊല്ലത്തെ ഏറ്റവും മോശപ്പെട്ട സിനിമകളാണ്. ഉള്ള സത്യം പറയാമല്ലോ. കാരണം അതിനകത്ത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ വൈദഗ്ധ്യമുള്ള ആളുകളോ അറിയപ്പെടുന്ന ആളുകളോ ഒന്നും അല്ല ആ ജൂറിയിലൊക്കെ ഇരിക്കുന്നത്. വേറെ ഓരോ പരിഗണനകളാണ് ജൂറി ഉണ്ടാക്കുമ്പോഴും അവരുടെ തീരുമാനങ്ങളും എല്ലാം നമുക്ക് ദുരൂഹമായിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം ബാലേന്ദ്രമേനോനും സമാനമായ ആരോപണം ഉന്നയിച്ചു. സമാന്തരങ്ങൾ സിനിമയ്ക്ക് 3 ഭാഗങ്ങൾ അവാർഡ് ലഭിക്കേണ്ടതായിരുന്നു, ഒരു മലയാളി ഉൾപ്പെടെ ഇടപെട്ടിട്ടാണെന്ന് മാറ്റിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് മുതലേ ഒരു ഇടപെടൽ ഇത്തരത്തിൽ അവാർഡ് നിർണ്ണയത്തിലൊക്കെ ഉണ്ടാകുമെന്ന് തോന്നിയിട്ടുണ്ട്. ഇല്ലല്ല, ഞാൻ ആരെങ്കിലും ഇടപെട്ട് ചെയ്തതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ബാലേന്ദ്രമേനോൻ പറഞ്ഞതിനോട് അതുപോലുള്ളൊരു വാർത്തയല്ല ഞാൻ പറയുന്നത്. ബാലേന്ദ്രമേനോൻ പറഞ്ഞു ആ പടത്തിന് അങ്ങനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ ഉള്ളുകളിലൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. പടം നാഷണൽ അവാർഡിന് എല്ലാ പടവും അയക്കാറുണ്ട്. അവാർഡ് കിട്ടുമ്പോൾ സമയമുണ്ട്, കിട്ടാത്ത സമയമുണ്ട്. പലപ്പോഴും വളരെ കിട്ടേണ്ട പടങ്ങൾക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നതാണ്. അപ്പോൾ മറ്റുള്ളവർ കൂടി തോന്നണമല്ലോ. ജൂറി എന്ന് പറയുന്നത് അവരുടെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവാർഡുകൾ ജൂറിയുടെ സ്വഭാവം അനുസരിച്ചാണ് അത് കാണേണ്ടത്. ജൂറിയുടെ ക്വാളിറ്റി മോശമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്വാളിറ്റി മോശമായിട്ടുള്ള പടത്തിനായിരിക്കും അവർ അവാർഡ് കൊടുക്കുന്നത്. ക്വാളിറ്റി ഉള്ള ജൂറിയാണെന്നുണ്ടെങ്കിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കും. അത്രേ ഉള്ളൂ. ഏതാ ഞാൻ പറഞ്ഞു, അതായത് ഇപ്പോൾ ഈ കുറച്ചു കാലമായിട്ട് ആ കൊല്ലത്തെ ഏറ്റവും മോശപ്പെട്ട പടങ്ങൾക്കാണ് അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. ഒന്നുകിലേയും നാഷണൽ അവാർഡ് എന്നൊക്കെ പറയുന്ന സിസ്റ്റമൊക്കെ വേണ്ടെന്ന് വയ്ക്കണം. കാരണം ഇത് നാഷണൽ അവാർഡ് കൊടുത്തു തുടങ്ങിയത് ക്വാളിറ്റിയെ അംഗീകരിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടിയാണ്, പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയാണ്. അതിന് പകരം തിരിച്ചാണ് പോകുന്നത്. എപ്പോഴും ക്വാളിറ്റി ഇല്ലായ്മയാണ് നമ്മളിപ്പം കൊണ്ടാടാൻ നടക്കുന്നത്. അത് വളരെ കുഴപ്പം പിടിച്ച അവസ്ഥയാണ്. സംസ്ഥാന അവാർഡുകളെ മാറ്റി നിർത്താൻ പറ്റുമോ? സംസ്ഥാന അവാർഡ് നിർണ്ണയത്തെ മാറ്റി നിർത്താൻ കഴിയുമോ? സംസ്ഥാന അവാർഡുകൾ ആ ഒരു ഈ പറയുന്നൊരു ആരോപണത്തിൽ വിമർശനത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുമെന്ന് ചോദിക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഓരോന്നിനെ പറ്റി ഇങ്ങനെ അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഡിപ്പെൻസ്. പിന്നെ ജൂറിയെ അപേക്ഷിച്ചിരിക്കുന്നു. അതേ പറഞ്ഞത്, നല്ല ജൂറിയാണെങ്കിൽ നല്ല തീരുമാനങ്ങൾ വരും, ചീത്ത ജൂറിയാണെങ്കിൽ ചീത്ത തീരുമാനങ്ങൾ വരും. അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ എന്തിനാ പറയുന്നത്? ആവശ്യമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.